ചരിത്രത്തിൽ വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കുകയും ജീവത്യാഗം ചെയ്യുകയും ചെയ്ത അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നും ദൈവസ്നേഹത്തെയും വിശ്വാസത്തെയും പ്രതി സ്വന്തം മക്കളെ ദൈവത്തിനായി വിട്ടുകൊടുക്കേണ്ടി വന്ന ഒരമ്മയുടെ സാഹചര്യത്തിലേക്കും ആ നിമിഷങ്ങളിലേക്കും നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു. അചഞ്ചല വിശ്വാസം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് കാനാൻ ദേശം സ്വന്തമാക്കി തന്നതിനെ ഓർത്ത് യഹോവേ ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ, എന്താണ് ആ ശബ്ദം? അതൊരു രാജകൽപ്പനയാണെന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. അന്തിയോക്കസ് എപ്പിഫാനസ് നാലാമന്റെ കാലം യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കുവാൻ ജനത്തെ നിർബന്ധിക്കുന്നു. ഇത് ഭയത്തിന്റെ കാലം, ദൈവനിയമവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയും കൊല്ലുന്ന കാലം, നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യപ്പെടുന്ന കാലം. അമ്മയുടെ ഹൃദയം സ്നേഹത്തിന്റെ കടൽ എന്നും മക്കൾക്കായി ജീവിക്കും. പക്ഷേ ഇന്ന് ആ അമ്മ തന്റെ മക്കളെ ദൈവത്തിനായി വിട്ടുകൊടുക്കുന്നു. നിങ്ങളെല്ലാവരും കേട്ടു, എന്റെ കൽപ്പന അനുസരിക്കണം. ബലി കഴിച്ച ഈ പന്നിമാംസം ഭക്ഷിക്കും. ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇത്രയ്ക്ക് ധൈര്യമോ? നിങ്ങൾ കാണുന്നില്ലേ ഇവന്റെ വികാരം? മകനെ, ഭയപ്പെടരുത്. നമുക്ക് ജീവൻ തന്നത് ദൈവം, നിത്യജീവൻ നൽകുന്നതും അവിടുന്ന് തന്നെ. അവർ അവന്റെ നാവും കൈകാലുകളും ഛേദിക്കുകയും ശിരസിലെ ചർമ്മം ഉരിഞ്ഞതിനും ശേഷം ജീവനോടെ വറച്ചട്ടിയിലിട്ടു. അങ്ങനെ അവൻ ലോകത്തോട് വിട പറഞ്ഞു. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ കൊന്നു, എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിനക്ക് കൊല്ലാനാവില്ല. ഇല്ല, ഞാൻ കഴിക്കില്ല. അമ്മേ, നമ്മൾ ഇനിയും കാണുമോ? കാണും മക്കളെ, തീർച്ചയായും നമ്മൾ സ്വർഗത്തിൽ കണ്ടുമുട്ടും. അമ്മേ, എനിക്ക് വേദനിച്ചാലോ? എനിക്ക് പേടിയാവും. ധൈര്യമായിരിക്കും മോനെ, ദൈവം നിന്റെ കൈ പിടിക്കും. ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവയെ തുച്ഛമായി കാണും. ഇതെനിക്ക് തിരിച്ചു ലഭിക്കുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല, പുതിയ ജീവനുമില്ല, പക്ഷേ എനിക്ക് പ്രത്യാശയുണ്ട്. അമ്മേ, അമ്മ കഴിയില്ല. ഇല്ല മക്കളെ, നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. നീ മരുത്തനെങ്കിലും നിന്റെ അധികാരം ഉപയോഗിച്ച് നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടുത്തെ മഹാശക്തി നീ താമസിക്കാതെ അറിയും. അമ്മേ, അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്കും അങ്ങനെ തന്നെ മക്കളെ. നമ്മൾ വീണ്ടും കാണാം. അമ്മേ, അമ്മയെ കാണാൻ ഞാൻ ഞങ്ങളുടെ പാവങ്ങളുടെ ഫലമാണ് ഈ സഹനം. നീ വെറുതെ അഹങ്കരിക്കണ്ട. ദൈവത്തെ എതിർത്ത് ശിക്ഷയേൽക്കാതെ പോകുമെന്ന് കരുതണ്ട. അമ്മേ, നമ്മൾ വിജയിക്കുമോ? തീർച്ചയായും.
എന്നോട് ദയ കാണിക്കുക. ധൈര്യമായി മരണം വരിക്കുക. നിന്റെ സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. നിങ്ങൾ എന്തിനാണ് വാദിക്കുന്നത്? ഞാൻ ദൈവത്തെ നിന്ദിക്കുകയില്ല. പിതാക്കന്മാരുടെ കൽപ്പനകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. യഹോവേ, എന്റെ മക്കളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. നീ എനിക്ക് തന്ന നിന്റെ മക്കൾ, അവരെ സ്വർഗരാജ്യത്തിൽ നിന്നോട് കൂടെ ചേർക്കണമേ. തീപ്പൊള്ളുന്ന പീഡനങ്ങൾക്കിടയിൽ ദൈവത്തിൽ അചഞ്ചലമായി നിലകൊണ്ട ഒരമ്മയുടെയും മക്കളുടെയും വിശ്വാസ സാക്ഷ്യമാണ് നാം കണ്ടത്. ഇന്നും ലോകം യുദ്ധങ്ങളാലും അക്രമങ്ങളാലും നിറയ്ക്കുമ്പോൾ ഈ സാക്ഷ്യം തലമുറകളിലേക്ക് കൈമാറപ്പെടട്ടെ. വിശ്വാസം നമ്മളിൽ അചഞ്ചലമായി നിലനിൽക്കട്ടെ. വിശ്വാസത്തിൽ ഉറച്ചവർ ആയുധങ്ങളാലല്ല, പ്രത്യാശയാൽ തന്നെയാണ് ചരിത്രത്തെ ജയിക്കുന്നത്.